പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ബോബി ചെമ്മണ്ണൂർ, കേൾക്കാമോ? കേൾക്കാം. താങ്കൾ ഇന്നലെ ജയിലിൽ തുടർന്നത് അവിടെ റിമാൻഡ് തടവുകാർ അവർക്ക് കൂടി നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് എന്നാണ് താങ്കൾ പുറത്തും പ്രതികരിച്ചത്. പക്ഷേ കോടതി ആ പരാമർശത്തിൽ കോടതിക്ക് രൂക്ഷ വിമർശനമുണ്ട്. കോടതിയുടെ ഭാഗത്തുള്ള വിമർശനങ്ങൾ താങ്കൾ അറിഞ്ഞല്ലോ അല്ലേ? അതെ, ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമാണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇന്ന് രാവിലെ പറഞ്ഞിട്ടുള്ളൂ പുറത്തിറങ്ങിയപ്പോൾ. അതിലൊന്ന്, ഇന്ന് രാവിലെയാണ് എൻ്റെ അടുത്ത് ഒപ്പിടാനും ഇതിന്റെ പ്രൊസീഡിങ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാർ എത്തി പുറത്തേക്ക് വരുന്നത് എന്നും അതിന് എന്തോ ടെക്നിക്കൽ സൈഡിന്റെ ഒരു ഡിഫക്റ്റ് കൊണ്ടാണ് ഇന്നലെ പുറത്തിറങ്ങാൻ സാധിക്കാത്തത് എന്നുമാണ് ഞാൻ അറിയാൻ സാധിച്ചത്. രണ്ട്, ഞാൻ പറഞ്ഞിരുന്നു ജാമ്യം എടുക്കാൻ ആൾക്കാരില്ലാതെ 10,000 രൂപ അതുപോലെയുള്ള ചെറിയ ചെറിയ സംഖ്യകൾ ഇല്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് ഏറ്റിരുന്നു. മാത്രമല്ല ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി 1 കോടി രൂപ അതിന്റെ ഒരു ലീഗൽ എയ്ഡിന് വേണ്ടിയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ കോടതിയെ ധിക്കരിച്ചുകൊണ്ട് ആണ് ഞാൻ പുറത്തിറങ്ങാതെ ഇരുന്നത് മനഃപൂർവ്വം എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും കാലം കോടതിയെ ബഹുമാനിച്ചിട്ടുള്ളൂ. ഞാനൊരു ബിസിനസ്മാൻ ആണ്. ഇപ്പോഴും ഫ്യൂച്ചറിലൊക്കെ അങ്ങനെ തന്നെ ചെയ്യും. അല്ലാത്തൊരു വിവരക്കേടും ഞാൻ ചെയ്യില്ല എന്നതാണ്. പിന്നെ ഞാൻ മാപ്പ് പറയുകയുണ്ടായി. എൻ്റെ വാക്കുകൾ കൊണ്ട് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറയാൻ എനിക്ക് യാതൊരു വക മടിയോ കോംപ്ലക്സോ ഈഗോയും ഇല്ല എന്നാണ്. ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ്. ബോബി ചെമ്മണ്ണൂർ, താങ്കൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ജയിലിലേക്ക് പോകുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. ഇനിയിപ്പോൾ താങ്കൾ ഈ പറയുന്ന റിമാൻഡ് തടവുകാരുടെ കാര്യം, അവരുടെ കാര്യത്തിനായി കാര്യങ്ങൾ വൈകിച്ചു എന്ന് തന്നെയാണ് താങ്കൾ ഇപ്പോൾ പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നത്. കോടതി പറഞ്ഞ കാര്യങ്ങൾ അറിയാമല്ലോ. കോടതിക്ക് മുകളിലാണോ താങ്കൾ എന്ന ചോദ്യം കോടതി ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും അല്ലല്ലോ. അല്ല, താങ്കൾ ആരാണ് റിമാൻഡ് തടവുകാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ? അതിനിവിടെ നീതിന്യായ വ്യവസ്ഥയുണ്ടെന്ന് കോടതി പറയുന്നു. ഇനിയിപ്പോൾ താങ്കളുടെ ഇപ്പോൾ സാമ്പത്തിക സഹായം ചോദിച്ചപ്പോൾ നമ്മൾ കൊടുക്കാമെന്ന് പറയുകയുണ്ടായി. അതല്ല, അതിനെടുത്ത സമയമാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. അതിനെടുത്ത സമയമാണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം. പക്ഷെ അതിനു വേണ്ടി ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങാതെ മനഃപൂർവ്വം കോടതിയെ ധിക്കരിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. ഒരിക്കലും എന്റെ വിവരത്തിനനുസരിച്ച് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ആരാ അങ്ങനെ ചെയ്യുക? കോടതിയെ ധിക്കരിക്കുക എന്തിനു വേണ്ടിയിട്ട്? ഒരിക്കലും ചെയ്യില്ല. താങ്കളുടെ അഭിഭാഷകർക്ക് പറ്റിയ വീഴ്ചയാണോ കോടതി ഉത്തരവ് ജയിലിലെത്തിക്കാൻ വൈകിയത്? അത് എനിക്കറിയില്ല. അതുപോലെ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു. ഇന്നലെ ബോച്ചെ ഒപ്പിടാൻ വിസമ്മതിച്ചു, ബോണ്ടോ വാട്ടെവർ പേപ്പറിന്. ഇന്നലെ അതൊക്കെ രേഖാമൂലം നോക്കിയാൽ കാണാം. ഇന്നലെ എന്റെ അടുത്ത് ആരും തന്നെ ഒരു കടലാസും ഒപ്പിടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ അവിടെ പരിശോധിച്ചാൽ കാണാൻ. അവിടെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള കാര്യം അറിയാം. 7 മണി വരെ ജയിൽ അധികൃതർ കാത്തുനിന്നു എന്നാണ് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിഭാഷകർക്ക് പറ്റിയ പിഴവാണോ? അതെനിക്ക് അറിയില്ല. ഞാൻ ഇന്ന് രാവിലെയാണ് ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം എന്താ ടെക്നിക്കൽ ഡിഫക്റ്റ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അതെന്താണ് എന്ന് എനിക്ക് വ്യക്തമല്ല. പക്ഷെ ഇതാണ്, ഒരിക്കലും കോടതിയെ ധിക്കരിക്കാനല്ല. അതുപോലെയുള്ള ന്യൂസുകളാണ് കണ്ടുവരുന്നത്. ബോബി ചെമ്മണ്ണൂർ, താങ്കൾ പറഞ്ഞത് വേദനിപ്പിച്ചെങ്കിൽ മാപ്പെന്ന് താങ്കൾ പറയുന്നു. പക്ഷെ പറഞ്ഞത് തെറ്റാണെന്ന് താങ്കൾ സമ്മതിച്ചതായി കണ്ടില്ല. പറഞ്ഞത് തെറ്റായി പോയി എന്ന് ഈ ഘട്ടത്തിൽ പറയുന്നുണ്ടോ? തെറ്റായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അന്നും ഇന്നും ഞാൻ ഒരാളെയും വേദനിപ്പിക്കാൻ എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാറില്ല. പറ്റാവുന്ന സഹായങ്ങളെ ചെയ്തിട്ടുള്ളൂ. അതറിയുന്ന എല്ലാവർക്കും. സാമ്പത്തിക സഹായം നൽകുന്നതിനെ കുറിച്ചല്ല, സ്ത്രീകൾക്കെതിരെ മോശം പരാമർശം, ദ്വയാർത്ഥ പ്രയോഗം, അത് കോടതിയുടെ വാക്കുകൾ ഏത് മലയാളിക്കും മനസ്സിലാകുന്നതാണ് താങ്കളുടെ ദ്വയാർത്ഥ പ്രയോഗം എന്നുള്ളതാണ്. ഇനിയും അതിൽ ന്യായീകരണമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് എന്റെ ഉദ്ദേശശുദ്ധി നല്ലതാണ്. ഞാൻ പൊതുവെ തമാശ രൂപേണ ആണ് കാര്യങ്ങൾ സംസാരിക്കാറ്. ഇത് മാത്രമല്ല, ആണുങ്ങളോടായാലും പെണ്ണുങ്ങളോടൊക്കെ തമാശ രൂപേണ അത് അവർ പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട്. ഒരിക്കലും നെഗറ്റീവ് വരണ ഒരാളെ മോശമാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറില്ല എന്നതാണ് ഏറ്റവും വാസ്തവം. ബോബി ചെമ്മണ്ണൂർ, ഇപ്പോൾ താങ്കൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു കൂട്ടം ആളുകൾ താങ്കളുടെ ഫാൻസ് എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്നു, പടക്കം പൊട്ടിക്കാൻ നിൽക്കുന്നു. അപ്പോൾ ഇത് പുറത്തേക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ചെയ്യരുത് എന്ന് ഇവരോട് പറയാത്തത്? തീർച്ചയായിട്ടും ഇന്നല്ല, ഞാൻ ആരോ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ ജില്ലകളിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിന്റെ സംഘാടകരുണ്ട്. അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുത്, പുറത്തു വന്നിട്ട് സന്തോഷപരമായിട്ട് എല്ലാവർക്കും പിന്നെ കൂടാം.
ഇവിടെ വന്ന് ഇതിന്റെ മുമ്പിൽ ഇതൊക്കെ കാണിക്കുമ്പോൾ ഇതൊക്കെ ദോഷമായിട്ട് ബാധിക്കും, എന്റെ ജാമ്യത്തിനെ ബാധിക്കും. അതുകൊണ്ട് ആരും വരരുതെന്ന് മാത്രമാണ് ഞാൻ നിർദ്ദേശം എന്നേ കൊടുത്തിട്ടുള്ളത്. എനിക്കറിയാം, അല്ലെങ്കിൽ ആൾക്കാർ വന്നതുപോലെയുള്ള ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഒരിക്കലും ജയിലിന്റെ മുമ്പിൽ ഇതിന്റെ ഒരു ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന നിർദ്ദേശം സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ജില്ലകളിലേക്കും കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് വന്നല്ലോ ജയിലിന് പുറത്ത്, അത് കുറച്ചുപേര് അവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെയും താങ്കൾക്ക് അനുകൂലമായും ഹണി റോസിന് വിരുദ്ധമായുമുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയെ പോലും മോശം ഭാഷയിൽ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് ആരാ വന്നേ, പലരും വരുന്ന ആൾ നമുക്ക് അറിയില്ല. ഞാൻ ഇറങ്ങി അപ്പൊ തന്നെ കയറി പോന്നു എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. ആരൊക്കെയാണ് വന്നിരിക്കുന്നത്, ഫാൻസ് ഉണ്ടാവാം, അല്ലാത്തവരുണ്ടായിരിക്കാം, പലതും ഉണ്ടായിരിക്കാം. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ബോബി ചെമ്മണ്ണൂർ, താങ്കൾ ഇനി ജീവിതത്തിൽ നടത്താൻ പോകുന്ന മാറ്റം എന്താണ് താങ്കളുടെ രീതികളിൽ? തീർച്ചയായിട്ടും കോടതി അവിടെ നിർദ്ദേശിച്ച പ്രകാരം അനുസരിച്ചുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തമാശകളാണെങ്കിലും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായി. മനഃപൂർവ്വം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും അത് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കും ആ കാര്യത്തിൽ. കാരണം നമ്മൾ കാരണം ഒരാൾക്കും ഒരു വേദന ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആള് തന്നെയാണ്. താങ്കൾ തമാശ എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് അത് അശ്ലീലമായിട്ടാണ് തോന്നുന്നത്? കുറെ പേരൊക്കെ ഇത് നല്ല രീതിയിൽ കാണുന്നവരും മോശമായ ദ്വയാർത്ഥത്തിൽ എടുക്കുന്നവരും ഉണ്ട്. പക്ഷെ അത് ദ്വയാർത്ഥ രീതിയിൽ ആവണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്തിട്ടല്ല. ബോബി ചെമ്മണ്ണൂർ, ഇനിയും ന്യായീകരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? കാരണം ദൃശ്യങ്ങളടക്കം കോടതി പരിശോധിച്ചതാണ്. പല അഭിമുഖങ്ങളിലായി താങ്കൾ കൈകൊണ്ടുള്ള ആംഗ്യമടക്കം കാണിച്ചത് വളരെ വ്യക്തമായിട്ട് ഈ കേരളം മുഴുവൻ കണ്ടതാണ്. ഇനിയും അതിൽ കിടന്ന് ന്യായീകരിക്കാതിരിക്കുന്നതല്ലേ ബുദ്ധി? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ന്യായീകരിക്കല്ല. ഞാൻ തമാശ രൂപേണയാണ് ഞാൻ സാധാരണ സംസാരിക്കാറ്. പൊതുവെ ആ രീതിയിൽ അങ്ങനെ തമാശ പോലെ പറഞ്ഞു പോയി എന്നല്ലാതെ ആരും വേദനിപ്പിക്കാൻ വേണ്ടി ആ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ പറ്റില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്യില്ല. അതിനുവേണ്ടി ആരെങ്കിലും മോശമാക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടില്ല. താങ്കളുടെ ഭാഷയിലെ ഈ തമാശ ഇന്നു മുതൽ നിർത്തുകയാണോ? അതെ, ഞാൻ വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് ഇനി സംസാരിക്കുകയുള്ളൂ. കാരണം ഒരു കാരണവശാലും ഒരാൾക്കും ഒരു വേദന ഉണ്ടാവരുത് എന്റെ ഭാഗത്തുനിന്ന്. എന്റെ മുദ്രാവാക്യം സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക, കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. കഴിയാവുന്ന അത്ര ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു വേദന ആർക്കും ഉണ്ടാവരുത്, എന്റെ ഭാഗത്തുനിന്ന് ഒരു ദോഷം ഉണ്ടാവരുത്, അറിയാതെ ആണെങ്കിൽ പോലും എന്ന് തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കും അതിനെക്കുറിച്ച്. ശരി ബോബി ചെമ്മണ്ണൂർ, ഇനി 12 മണിക്ക് ഏതായാലും താങ്കളുടെ ഹർജി അല്പ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ കോടതി പരിഗണിക്കാനിരിക്കും. താങ്ക് യു.